സമാനമായി മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണ്, വിളപ്പിൽ ശാലയിലാണ്. ഉദ്ഘാടനത്തിന് മുന്നേ വയോജന പാർക്ക് അവിടെ തകർന്നിട്ടുണ്ട്. നൂലിയോട് വാർഡിൽ 58 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പാർക്കാണ് ഈ കനത്ത മഴയിൽ, തുടർച്ചയായ മഴയിൽ തകർന്നിരിക്കുന്നത്. മറ്റന്നാൾ പാർക്കിന്റെ ഉദ്ഘാടനമൊക്കെ നിശ്ചയിച്ചിരുന്നതാണ്. ദിസ്ന സുരേഷ് അവിടെ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക്. വിളപ്പിൽ ശാല നൂലിയോട് പഞ്ചായത്തിലെ ഇരട്ടക്കുളത്തിനോട് ചേർന്നുള്ള വയോജന പാർക്കാണ് ഈ മഴയത്ത് നിലംപൊത്തിയിരിക്കുന്നത്. 58 ലക്ഷം രൂപയുടെ സ്വപ്ന പദ്ധതി. അടുത്ത ദിവസം ഉദ്ഘാടനം നടക്കാനൊക്കെ ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ പ്രചാരണം നടത്തിയ പഞ്ചായത്തിന്റെ CPM ഭരിക്കുന്ന പഞ്ചായത്തിന്റെ പദ്ധതിയായിരുന്നു. 58 ലക്ഷം രൂപയാണ് ഈ നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച തുക എന്നതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മഴയത്താണ് ഈ ഇന്റർലോക്ക് ഇട്ട ഈ നടപ്പാത, വയോജന പാർക്കിന്റെ നടപ്പാത തകർന്ന് നിലംപരിശായിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ട് എന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയോ ഒന്നും തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്റർലോക്ക് ഇട്ട് നവീകരിച്ച വയോജന പാർക്കിലേക്കുള്ള നടപ്പാതയാണ് തകർന്ന് നിലംപരിശായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി അത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കല്ലുകൾ ഉൾപ്പെടെ തകർന്ന് ഇളകിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഈ സ്ഥലത്ത് നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കും എന്നത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ജനങ്ങൾക്ക് പ്രയോജനകരമായി നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യമായി ജനങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഉപയോഗം എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉയർന്നു വരുന്നു. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് BJP പ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത്. 58 ലക്ഷം രൂപയുടെ പദ്ധതി അടുത്ത ദിവസം ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന ഒരു പദ്ധതി. ആ സ്വപ്ന പദ്ധതിയാണ് ഈ തകർന്നു കിടക്കുന്നത്, അതും ഒരു മഴയത്ത്. പക്ഷേ ഈ പദ്ധതി ഇത് തുടക്കത്തിൽ ജനങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഈ പ്രദേശത്തൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ വൈകുന്നേരം ഈ പ്രദേശത്ത് വയോജന പാർക്ക് എന്നാണ് പറഞ്ഞത്, ഓപ്പൺ ജിമ്മും ഉണ്ടാവുന്നു. അപ്പോൾ ആൾക്കാരുടെ എല്ലാം ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. പക്ഷേ ഇതിൽ ഇത്രയും വലിയ അഴിമതി പതിയിരുന്നു എന്ന് ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴാണ്. കാരണം ഒരു ദിവസം പോലും ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല, ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വാർഡ് ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ കൊട്ടിഘോഷിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഗുണകരമാണ് എന്ന് പറഞ്ഞിട്ട പോസ്റ്റ് അദ്ദേഹം ഇന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. 58 ലക്ഷം രൂപ മുടക്കി ചെയ്ത ഈ പദ്ധതി ഞങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിച്ചത്, ഇതിലിട്ടിരിക്കുന്ന ഇൻ്റർലോക്ക് എല്ലാം പല കമ്പനികളിൽ നിന്ന് MLAയുടെ സ്വാധീനത്തിൽ പൈസ കൊടുക്കാതെ കോൺട്രാക്ടർക്ക് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദീർഘകാലം പഴക്കമുള്ള ബേസ്മെൻറ്റ്, ആ ബേസ്മെൻറ്റിൻ്റെ പുറത്തു വച്ച് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പുതിയ കുറച്ച് കൈവരി കെട്ടി ആണിത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ ഈ ഭാഗം തകർന്നപ്പോൾ കൂടുതൽ തകരാതിരിക്കാൻ വേണ്ടി ഈ ഭാഗം അറുത്തു മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായും വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുവാൻ തന്നെയാണ് ജനപ്രതിനിധികളുടെ തീരുമാനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വലിയ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച സമയത്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ ഡിലീറ്റ് ആക്കി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ജനപ്രതിനിധികൾ പറയുന്നത്. ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.